ലൈവായിട്ട് ഇവിടെ ചാറ്റ് GPT ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. ഇവർ പറയുന്നത് എന്താ? ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളുടെ കാരണക്കാരാണ്? മതമാണ്. മതമുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാണ്, മതം ഇല്ലെങ്കിൽ ഭയങ്കരമായ സുന്ദരമായ ലോകമാണ്. ഇവിടെ ആരും കൊല്ലപ്പെടുകയില്ല, ആരും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. എങ്കിൽ നമ്മൾ ആദ്യം ചാറ്റ് GPTയോട് ചോദിക്കാൻ പോകുന്നത് ലിസ്റ്റ് ഓഫ് വാർസ് ഇൻ വിച്ച് മോസ്റ്റ് പീപ്പിൾ ഡൈഡ് വിത്ത് ഇറ്റ്സ് ഡെഡ് ടോൾ. ഇവിടെ ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചാറ്റ് GPTയോട് ചോദിച്ചിട്ടുള്ളത്. ചാറ്റ് GPT ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് വേൾഡ് വാർ 2. 1939-നും 1945-നും ഇടയിൽ നടന്നിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധം. അതിൽ 7 കോടി അഥവാ 70 മില്യൺ എന്ന് പറഞ്ഞാൽ 7 കോടി മുതൽ 8.5 കോടി വരെ മനുഷ്യരാണ്, പച്ച മനുഷ്യരാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏതു മതത്തിന്റെ പേരിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്? വിശദീകരിക്കേണ്ടതുണ്ട്. മതമില്ലെങ്കിൽ ഇവിടെ സുന്ദര ലോകാൻ, സ്വർഗാൻ, അല്ലെ, സാഹോദര്യമാണ്. ഇവിടെ ആരും ആരോടും പകയുണ്ടാവില്ല, വിദ്വേഷമുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എത്ര സുന്ദരായിരിക്കും മതമില്ലാത്ത ലോകം, അല്ലെ? പക്ഷേ ഈ ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം നടന്നത് മതത്തിന്റെ എല്ലാവിധ ഊന്നുവടികളും വലിച്ചെറിഞ്ഞുകൊണ്ട് മതരഹിത ലോകത്തേക്ക്, എൻലൈറ്റ്മെന്റിന്റെ ലോകത്തേക്ക് പോയ യൂറോപ്പിന്റെ മണ്ണിലാണ് ഈ ലോക മഹായുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. മതമില്ലാത്ത ലോകത്താണ്, അല്ലെങ്കിൽ മതത്തെ വലിച്ചെറിഞ്ഞ ലോകത്താണ് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാർ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ നമുക്ക് പരിശോധിച്ച് നോക്കാം. 3 കിങ്ഡം വാർ, 36 മില്യൺ മുതൽ 40 മില്യൺ വരെ. അതുപോലെ തന്നെ മോംഗോൾ കോൺകസ്റ്റ്, ചെങ്കിസ് ഖാന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പടയോട്ടങ്ങൾ, അല്ലെ, മുസ്ലിം രാജ്യങ്ങളെ അടക്കം തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോയ മോംഗോൾ കോൺകസ്റ്റ്. നമ്മളെ കേരളത്തിലുള്ള നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ചെങ്കിസ് ഖാൻ മുസ്ലിമാണ് കേട്ടോ, അത് വേറൊരു കാര്യം. വംശീയത മൂത്തിട്ട് ഖാൻ എന്ന് പറഞ്ഞപ്പോ ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞാൽ ഏതോ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ട് ഇതും മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടാനൊക്കെ നോക്കിയിട്ടുണ്ട്. അത് പോട്ടെ. ഏതായാലും മുസ്ലിങ്ങളെ കാര്യമായിട്ടും മുസ്ലിം നാടുകളെ തകർത്ത് തരിപ്പണമാക്കാൻ ചെങ്കിസ് ഖാൻ നടത്തിയിട്ടുള്ള പടയോട്ടത്തിൽ മരിച്ചത് 30 മുതൽ 40 മില്യൺ ആളുകളാണ്. അതേപോലെ തന്നെ കിങ് ഡൈനാസ്റ്റി കോൺകസ്റ്റ് ഓഫ് മിങ് 25 മില്യൺ. അതുപോലെ തന്നെ ടൈപ്പിംഗ് റെബല്യൻ 20 മുതൽ 30 മില്യൺ ആളുകൾ. വേൾഡ് വാർ 1, ഒന്നാം ലോക മഹായുദ്ധം, 15 മുതൽ 20 മില്യൺ ആളുകൾ. അതുപോലെ തന്നെ ലുഷാൻ റെബല്യൻ, റഷ്യൻ സിവിൽ വാർ, അതുപോലെ തന്നെ നെപ്പോളിയന്റെ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ കോങ്കോ വാർ, കൊറിയൻ വാർ, വിയറ്റ്നാം വാർ, സെക്കൻഡ് കോങ്കോ വാർ എന്നിങ്ങനെ വളരെ കൃത്യമായിക്കൊണ്ട് ആ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അവസാനം ഇറാൻ ഇറാഖ് വാർ വരെ എത്തുമ്പോൾ അതിൽ ഈ ആദ്യത്തെ 13 യുദ്ധങ്ങളിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എലമെന്റും ഇല്ലാത്ത യുദ്ധങ്ങളാണ്. കോടിക്കണക്കിന് മനുഷ്യന്മാർ, അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.